നമസ്കാരം. വിവാഹത്തിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പ്രതിശ്രുത വധുവും വരനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി യുവതിയുടെ കുടുംബം. വിവാഹ നിശ്ചയം കഴിഞ്ഞതു മുതൽ പ്രതിശ്രുത വരൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നുവെന്നും ഞങ്ങൾ എല്ലാവരോടും സംസാരിക്കുമായിരുന്നുവെന്നും സ്നേഹപൂർവ്വമായ പെരുമാറ്റമായിരുന്നു യുവാവിൻ്റേതെന്നും രണ്ടുപേർക്കുമിടയിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടായിരുന്നു എന്നുപോലും കരുതാനാകില്ല എന്നും യുവതിയുടെ പിതാവ് പറഞ്ഞു. ഈ വർഷം ഡിസംബർ 26-ന് വിവാഹം നടക്കേണ്ടിയിരുന്ന പ്രതിശ്രുത വധൂവരന്മാർ ഇരിട്ടി വിളമന അമ്പലത്തട്ടിലെ വി അമലും പൂച്ചക്കാട് കിഴക്കേക്കര കാട്ടാമ്പള്ളിയിലെ പി അനുശ്രീയുമാണ് കഴിഞ്ഞ ദിവസം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ആത്മഹത്യ ചെയ്തത്. സ്റ്റേറ്റ് ബാങ്ക് ഉദ്യോഗസ്ഥയായ ഇവരിൽ അനുശ്രീ കർണാടക ഹുൻസൂരിലെ താമസ സ്ഥലത്തും അമൽ എറണാകുളത്തെ ലോഡ്ജിലുമായിരുന്നു ജീവനൊടുക്കിയത്. അവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല, എന്ത് സന്തോഷത്തോടെയാണ് അവർ സംസാരിച്ചത്, പിന്നെ എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഹുൻസൂരിൽ ആത്മഹത്യ ചെയ്ത കാഞ്ഞങ്ങാട് പൂച്ചക്കാട്ടെ അനുശ്രീയുടെ അച്ഛൻ ചന്ദ്രൻ വാക്കുകളിടറിക്കൊണ്ട് പറഞ്ഞത്. വിവാഹ നിശ്ചയം കഴിഞ്ഞതു മുതൽ അമൽ വീട്ടിലേക്ക് വിളിക്കും, ഞങ്ങൾ എല്ലാവരോടും സംസാരിക്കും, സ്നേഹപൂർവ്വമായ പെരുമാറ്റമായിരുന്നു അവൻ്റേത്, രണ്ടുപേർക്കുമിടയിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടായെന്ന് പോലും കരുതാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബുധനാഴ്ച രാവിലെ അമലാണ് ചന്ദ്രനെ വിളിച്ച് അനുശ്രീ ഫോൺ എടുക്കുന്നില്ലെന്ന വിവരം അറിയിക്കുന്നത്. അനുശ്രീ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ താൻ ജീവിച്ചിരിക്കില്ലെന്ന് അമൽ അപ്പോൾ പറഞ്ഞിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കുന്നു. തുടർന്ന് അനുശ്രീയുടെ വീട്ടുകാർ ഹുൻസൂരിലെ അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു. ഹുൻസൂരിൽ നിന്നുള്ള ദുരന്ത വാർത്ത അറിഞ്ഞയുടൻ ചന്ദ്രൻ അമലിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണമുണ്ടായില്ല. തുടർന്ന് അമലിന്റെ വീട്ടുകാരെ വിവരം അറിയിക്കുകയും അവർ എറണാകുളത്തുള്ള സുഹൃത്തുക്കൾ വഴി നടത്തിയ തെരച്ചിലിൽ അമലിനെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. ചൊവ്വാഴ്ച രാത്രി ബാങ്കിലായിരുന്ന സമയത്ത് അനുശ്രീ അമൽ ഫോണിൽ വിളിച്ചതായി വിവരമുണ്ട്. ഇതിനുശേഷം ഇരുവരും സംസാരിച്ചിരുന്നു എന്നത് സംബന്ധിച്ച് വ്യക്തത വരാൻ ഇവരുടെ ഫോണുകൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ ഹുൻസൂർ പോലീസ് അനുശ്രീയുടെ ഫോണും എറണാകുളം നോർത്ത് പോലീസ് അമലിന്റെ ഫോണും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി വരികയാണ്. അനുശ്രീയുടെ മൃതദേഹം നേരത്തെ പൂച്ചക്കാട്ട് എത്തിച്ച് സംസ്കരിച്ചിരുന്നു. എറണാകുളം ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരിട്ടിയിലെ വീട്ടിലെത്തിച്ച അമലിന്റെ സംസ്കാര ചടങ്ങിൽ അനുശ്രീയുടെ മാതാപിതാക്കളും സഹോദരി അടക്കമുള്ളവർ പങ്കെടുത്തു. പരസ്പരം കടുത്ത സ്നേഹത്തിലും സൗഹൃദത്തിലും കഴിഞ്ഞിരുന്ന രണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥരായ ചെറുപ്പക്കാർ വിവാഹത്തിന് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരേ ദിവസം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ജീവനൊടുക്കിയത് തികച്ചും ദാരുണവും അവിശ്വസനീയവുമായ സംഭവമാണ്. പ്രകടമായ യാതൊരുവിധ കുടുംബ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഇല്ലാതിരുന്നിട്ടും ഇരുവരെയും ഈ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം അതെന്തെന്ന ചോദ്യം ബന്ധുക്കളെയും നാടിനെയും ഒരുപോലെ വേട്ടയാടുകയാണ്. അനുശ്രീയുടെ അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ എത്ര മനോഹരമായാണ് ആ യുവാക്കൾ ജീവിച്ചിരുന്നതെന്നും അവർ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്നതെന്നും മനോഹരമായാണ് ആ ബന്ധം കൊണ്ടുപോയതെന്നും ഒക്കെ മനസ്സിലാകുന്നത്. എന്തായാലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടും ആശങ്കയിലാഴ്ത്തിക്കൊണ്ടും തന്നെയാണ് ഈ വിവാഹ ഘട്ടത്തിൽ തന്നെ ഈ ആത്മഹത്യ എന്ന് പറയുന്നൊരു വാർത്ത അവരെ തേടി എത്തിയത്. എന്തായാലും അതുകൊണ്ട് തന്നെ പോലീസ് ഹുൻസൂരിലും എറണാകുളത്തുമായി നടത്തുന്ന ഫോൺ റിക്കവറി ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ അന്വേഷണങ്ങളിലൂടെയും ഡിജിറ്റൽ തെളിവുകളിലൂടെയും മാത്രമേ ഇരട്ട ആത്മഹത്യയ്ക്ക് പിന്നിലെ യഥാർത്ഥ ദുരൂഹതയും കാരണങ്ങളും പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.